വിവാഹ വീട്ടിൽ എന്താണ് കാര്യം എന്നല്ലേ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വിവാഹ വീടാണിത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എൻ്റെ മകൾ റുക്കിയയുടെ വിവാഹത്തോടനുബന്ധിച്ച് സ്വാഭാവികമായും എല്ലാ വിവാഹങ്ങൾക്കും ഉണ്ടാകാവുന്ന നമുക്കറിയാം ഒരുപാട് ചെലവുകൾ. അതിൽ ആവശ്യമായ ചെലവുകൾ ഉണ്ടാവും, ദൂർത്തുണ്ടാവും, അനാവശ്യ ചെലവുകൾ ഉണ്ടാവും, പലതും ഉണ്ടാവും. പലപ്പോഴും വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ചെലവുകളിൽ നമുക്ക് അത് നിയന്ത്രിക്കാൻ കഴിയില്ല. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി അങ്ങ് നടക്കും. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു വശമാണ് നമ്മളെ കൂടെ നടന്ന് നമ്മളെ സഹോദരി സഹോദരന്മാരെ നമ്മളെ ആ വിധിയുടെ ആ പ്രയോഗം എത്രമാത്രം ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല, വിധിയുടെ പരീക്ഷണം എന്ന് വിളിക്കാം. പെട്ടെന്ന് എന്തെങ്കിലും ഒരു രീതിയിൽ വളരെ ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ചിട്ട് പാലിയേറ്റീവ് ക്ലിനിക്കുകളിൽ, തണല് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ നമ്മൾ ഈ തിരക്കിലും ഈ സന്തോഷാവസരങ്ങളിലൊക്കെ പലപ്പോഴും നമ്മളോട് മറന്നുപോകും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു, ഞാനും ഭാര്യയും മക്കളും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുന്ന, ചിലപ്പോൾ നമ്മുടെ കാലഘട്ടത്തിന് ശേഷം അത് ഉപയോഗിക്കപ്പെടുന്ന ആളുകളുണ്ടാവും. അവരോടൊരു പ്രാർത്ഥനയുടെ പുണ്യം അത് നമുക്ക് കിട്ടും. രണ്ടാമത്, ഇതൊരു മോട്ടിവേഷനാണ്, നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. മറ്റുള്ളവർക്ക് നമുക്കറിയാം ഒരുപാട് കാശ് ചിലവാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട്, കല്യാണം, ഗൃഹപ്രവേശനം, അങ്ങനെ പലതായിട്ടും. അപ്പോഴൊക്കെ ഇതുപോലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഒരു മനസ്സ്, ഒരു പ്രചോദനം മറ്റുള്ളവർക്കും ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ. ഈ ഡയാലിസിസ് മെഷീൻ തണലിനെ കിട്ടുമ്പോൾ ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് അതിൻ്റെ ഗുണം ചെയ്യും. ഒരു തണലിൻ്റെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്ത വ്യക്തി എന്ന നിലയിൽ എനിക്കിത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർക്കും ഇതുപോലുള്ള വിവാഹവേളയിലോ അല്ലാത്ത അവസരങ്ങളിലോ ആഘോഷവേളയിലോ ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉള്ള മനസ്സ് ഇതിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഏകദേശം 40,000 രൂപയുടെ ഒരു വീൽ ചെയറും, അതേപോലെ തന്നെ വീൽ ചെയർ മാത്രമല്ല അതിൻ്റെ കൂടെ ബൈപ്പാപ്പ് എന്ന് പറയുന്ന മെഷീൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഒരു രോഗിയുടെ ജീവൻ നിലനിർത്തുന്ന വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു മെഷീനാണ് ഈ ബൈപ്പാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തണല് പയ്യോളിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയും അവിടെ അവർ പറഞ്ഞത് അവർക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ ബൈപ്പാപ്പ് എന്ന് പറയുന്ന ഈ മെഷീൻ. അപ്പോൾ അതാണ് അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞു, ഒപ്പം ഒരു വീൽ ചെയറും. അങ്ങനെയാണ് നമ്മൾ ഇത് രണ്ടും അവർക്കായിട്ട് കൈമാറുന്നത്. തീർച്ചയായും നാളെ ഇത് മറ്റുള്ള എല്ലാ വിവാഹ വേദികളിലും, എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ തരത്തിലുള്ള ഒരു മാതൃക തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്, എന്നാൽ ഈ പറയുന്ന തണലെന്ന് പറയുന്ന ഈ തരത്തിലുള്ള അസോസിയേഷനുമായിട്ടും സഹകരിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ നമ്മളെല്ലാവരും ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ വിവാഹ വേദികൾ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം അനുഭവിക്കുന്ന ഓരോ മുഹൂർത്തങ്ങളിലും നമ്മളത് ആ ഒരു നമ്മുടെ ചെലവിൻ്റെ ഒരു പങ്ക് അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാവും. തണൽ ചാരിറ്റി സൊസൈറ്റിക്ക് ഈ കല്യാണം നടത്തുന്ന സുബേർ എന്ന അവരുടെ മകളുടെ കല്യാണ ആവശ്യാർത്ഥം അയാൾ മനസ്സിൽ നിയത്തി ചെയ്തുകൊണ്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അത് പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. ഇത് മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ള സമ്പന്നരും കൂടി ഇതുപോലെ ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ദിനംപ്രതി കിഡ്നി പേഷ്യൻറ്റുകൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള മിഷനറികൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്.
എല്ലാവരും ഇതിന് ഭാഗമാക്കിക്കൊണ്ട് സാമ്പത്തികമുള്ളവർ ദൈവം തരുന്ന അനുഗ്രഹം, ആ അനുഗ്രഹം മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.